Hey guys, day 1. ഞങ്ങൾ ഇന്ന് ചോട്ടാനിക്കരയിൽ നിന്നും കർണാടകയിലെ തുംകൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുംകൂരിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്, മഹാരാഷ്ട്രയിലെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ, മിത്ര കംഫോർട്സ് ആണത്. ഇതിൻ്റെ ആകെ ഒരു നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ സേഫായിട്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ടാവും. അവിടെ നമ്മളിന്ന് 3-ാം ദിവസം തുടങ്ങുകയാണ്. ഒന്ന് വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മളിനി അടുത്ത സ്റ്റേ ചെയ്യണം സൂറത്തിലാണ്. ഹായ്, നമ്മളിന്ന് യാത്രയുടെ 5-ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്ന് പോയി നിൽക്കുന്നത് വൈറ്റ് ഡെസേർട്ടിലാണ്. ഇതിപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഹില്ലിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. വണ്ടി തനിയെ ബാക്കിലേക്ക് പൊക്കോണ്ടിരിക്കും. ഹായ്, നമ്മുടെ യാത്രയുടെ 6-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ധോലാവീര എന്ന സ്ഥലത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ റിമൈൻസ് ആണ് ഇവിടെ. ആക്ച്വലി ഹാരപ്പൻ സമയത്തുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പല പല ആംഗ്യം ചേഷ്ടകളെ കാണിക്കുന്നുണ്ട്. ഹായെ കാണിക്കുന്നുണ്ട്. നമ്മൾ 7-ാമത്തെ ദിവസത്താണ് നമ്മൾ യാത്ര ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ഡിസേർട്ട് ക്യാമ്പിനകത്താണ്. ഇത് ജയ്സാൽമർ. നമ്മൾ 8-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്സാൽമറിന് അടുത്തുള്ള ബഡാബാഗ് എന്നുള്ളൊരു 15-ാം നൂറ്റാണ്ടിൽ പണിയിപ്പിച്ചൊരു പൂന്തോട്ടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാജാക്കന്മാരുടെയാണത്. ഇത് ജയ്സാൽമറിലാണ്, രാജസ്ഥാനിലെ ജയ്സാൽമറിലാണ്. അപ്പോൾ ചുറ്റും കണ്ടാൽ അറിയാം, മൊത്തം നല്ലൊരു കൊത്തുപണിയാണ്. നല്ല മണ്ഡപങ്ങളും നല്ല അടിപൊളി സെറ്റപ്പാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ള യാത്രയെക്കുറിച്ച്, ഇന്നത്തെ യാത്രയെക്കുറിച്ച്? നല്ല ട്രിപ്പായിരുന്നു. ഇനി ദ്വാരകയിലേക്ക് പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്.
അടിപൊളിയായിരുന്നു. നമ്മൾ യാത്രയുടെ 11ാമത്തെ ദിവസമാണത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാമൻ ആൻഡ് ഡിയൂവിലെ ഡ്യൂ എന്ന സ്ഥലത്താണ്. നിങ്ങൾക്കാണ് അവിടെ ഡ്യൂ കോട്ട അവിടെ കാണാൻ പറ്റും. ഞങ്ങളവിടെ പോയിട്ടാണ് വന്നത്. നല്ല പഴയൊരു കോട്ടയാണത്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന INS കുഫ്രി, നാവികസേനയുടെ INS കുഫ്രി എന്ന കപ്പലാണ്. അത് നമുക്ക് സാധാരണക്കാർക്ക് അകത്ത് കയറി കാണാൻ പറ്റും. നല്ല ഒരു ടൂർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ നാവികസേന അംഗങ്ങൾ എങ്ങനെയാണ് ജീവിതം കഴിച്ചു വിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഡേ 12 നമ്മളിന്ന് കമലേശ്വർ ഡാമിൻ്റെ അടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗിർ ഫോറസ്റ്റിൻ്റെ അടുത്താണ്. നമ്മൾ ഗിർ ഫോറസ്റ്റിൻ്റെ സഫാരി ചെയ്യാൻ. ഈ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ചുറ്റും നോക്കി ഇനി അറിയാൻ പറ്റും. നമ്മൾ 11ാമത്തെ ദിവസമാണെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ വഡോദര എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരത്തുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന സ്ഥലത്താണ്.